ശൈത്യ, ഈ അഖിൽമാരാരുടെ ഇലക്ഷന്റെ ട്രോളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ? ബി.ജെ.പിയിൽ നിന്നേ കൊണ്ടാണ് ഇത്ര മോശം അനുഭവം ഉണ്ടായത്. നമ്മൾ പൊളിറ്റിക്സിനെ പറയണ്ടല്ലോ, പുള്ളിക്കാരൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, അതിന് ട്രോള് കിട്ടുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ കൊടുത്ത കൊല്ലത്തും കിട്ടും. കറക്റ്റ് കാര്യം പറഞ്ഞത്. എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ അഖിൽമാരാർ വിളിച്ചു പറയുന്നുണ്ട്, അതിനനുസരിച്ച് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ എയറിലാണ് ഇപ്പൊ ഭാര്യയെ കുറിച്ചിട്ടും കുഞ്ഞുങ്ങളെ കുറിച്ചിട്ടും അതും പറയുന്നവർക്കെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈഡിൽ കൂടെ അവൻ ഡയലോഗ് അടിച്ച് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ കേരളത്തിലുള്ള മുഴുവൻ സ്ത്രീകളെ അപമാനിച്ചിട്ടുണ്ട്. അതൊന്നും അവനൊരു കുഴപ്പമില്ല. പകരം ഭാര്യയെ കുറിച്ചിട്ട് ആരെങ്കിലും പറഞ്ഞാലും അവന് കുഴപ്പമുള്ളൂ. നീ നിന്റെ കാര്യം നോക്കി മുന്നോട്ട് പോയിരുന്നെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്ന? ഇല്ലല്ലോ. ഭയങ്കര ഡയലോഗ് അടിയാ. അവന്റെ വിചാരം ഇവൻ ഈ ലോകത്തിലുള്ള എല്ലാ തേങ്ങാക്കൊലയും അറിയാന്നുള്ള ഒരു ധാരണയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ശൈത്യയുടെ അമ്മയുമാണ് റിയാക്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. ആ റിയാക്ട് ചെയ്യാനുള്ള കാരണം എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഹനിമോളെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞതിനാണ് അഖിൽമാരാർ അന്ന് ശൈത്യയെ തേച്ചങ്ങ് ഒട്ടിച്ചത്. നമ്മളൊക്കെ അന്ന് റിയാക്ട് ചെയ്തതാന്നുള്ളതാണ്. കാരണം ശൈത്യ കട്ടപ്പ സ്വഭാവം പുറത്തിറങ്ങിയപ്പോഴും അകത്ത് നിന്നപ്പോഴും കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി ആ ബുദ്ധിമാനായ അഖിൽമാരാർക്കുള്ള ഒരു കൊട്ടും കൂടിയും കാണണം. ഭയങ്കര ബുദ്ധിമാനാന്ന് ചമഞ്ഞ് നടന്നവനാ. കാണാം. നമ്മൾ ഭയങ്കര അപ്ഡേറ്റഡ് ആയിരുന്നു. ഈ അപ്ഡേറ്റഡ് ആയിട്ടുള്ള രാജാക്കന്മാരും മാർത്താണ്ഡവർമ്മയുടെ കാലത്താണോ സ്വാതി തിരുനാളിന്റെ കാലത്താണോ എന്ന് എനിക്കറിയത്തില്ല, ഐൻസ്റ്റീനെ വരെ ബന്ധപ്പെട്ടിട്ടുള്ള രാജാക്കന്മാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഐസക് ന്യൂട്ടൻ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച ഇവന്റെ അടുത്ത് വന്നിട്ട് ചായ കുടിച്ചോന്ന് ചോദിച്ചത്. ഗാന്ധിജി വന്നിട്ട് ഇവനോട് സംസാരിച്ചിട്ടുണ്ട് തോന്നുന്നത്. ചിലപ്പോ നെഹ്റു ഒക്കെ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടാവും അഖിൽമാരാരോട്. എടാ, ബോധം ഉണ്ട് എന്നുള്ള കാട്ടിക്കൂടലോട് കൂടിയിട്ട് പൊട്ടത്തരം വിളിച്ച് പറയല്ലേ. അങ്ങനെ പൊട്ടത്തരം വിളിച്ച് പറഞ്ഞാൽ ഇവിടെ ഗൂഗിൾ ഉണ്ട്, ജെമിനി ചേച്ചി ഉണ്ട്, ചാറ്റ് GPT ഉണ്ട്. ആളുകൾ ചോദിച്ച് കുത്തിപ്പൊക്കുന്നുള്ളതാണ്. മാർത്താണ്ഡവർമ്മ, എയിൻസ്റ്റീന്, തേങ്ങാക്കൊല, മാങ്ങാത്തൊലി. ഇപ്പൊ എന്താ അവസ്ഥ? എല്ലാം തികഞ്ഞവനാണ് ഞാൻ ഭയങ്കര ബുദ്ധിമാനാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ബുദ്ധിയുള്ള ആളുകൾ, ബാക്കിയുള്ളവർ പൊട്ടന്മാരാണെന്നുള്ള ധാരണയിൽ മുന്നോട്ട് പോയത് കൊണ്ട് കിട്ടിയ പണിയല്ലേ. എന്തായാലും 4-ാം തീയതിക്ക് ശേഷം കാണുമോടെ നിന്നെയൊക്കെ. ഫ്ലൈറ്റും വിളിച്ച് എങ്ങോട്ടെങ്കിലും മുങ്ങുവോ? അത് കണ്ടറിയാം. എന്തായാലും ഇപ്പൊ 3 ദിവസമല്ലേ ഉള്ളൂ. യാതൊരു അറിവും ബോധവും ഇല്ലാത്ത വിവരക്കേട് മാത്രം പറയുന്ന ഒരാളെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് ഇപ്പൊ നിന്നെ കുറിച്ച് ഞങ്ങൾക്കും പറയാനുള്ളത്. ബുദ്ധിയും ഇല്ല, വിവരവും ഇല്ല. വിദ്യാഭ്യാസം ഉണ്ടാ നിനക്ക്? നീ മാങ്ങ വിറ്റതാണ്, തേങ്ങ വിറ്റതാണ്, ചക്ക വിറ്റതാന്നൊക്കെ ഇടക്കിടക്ക് വിളിച്ചു പറയല്ലോ. എടാ, നിന്നേക്കാൾ വലിയ സാധാരണക്കാർ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നിന്റെ ഡയലോഗ് അടി കേട്ടിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നോ, എന്ത് വലിയ പൊട്ടനാടാ നീ. ഭയങ്കര ബുദ്ധിമാനാണ് താൻ എന്ന ഭാവത്തിൽ ഇരുന്ന് പൊട്ടത്തരം വിളിച്ചു പറഞ്ഞാൽ ആളുകൾ അത് വിശ്വസിക്കുമെന്നുള്ള ധാരണയിലാണോ അഖിൽ മാരാരെ നിൽക്കുന്നത്? തിരിച്ചു പണി കിട്ടൂലേ? ഇനി നമ്മുടെ ശൈത്യയുടെ അമ്മയ്ക്ക് എന്തോ പറയാനുണ്ട്. കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അഖിൽമാരാര് എന്റെ മോളെ കുറിച്ചിട്ട് അന്ന് എന്താണ് ഓന്താണ് മറ്റേതാണ് മറിച്ചാണ് ബിഗ് ബോസിൽ. ഈ അഖിൽമാരാരും ബിഗ് ബോസിൽ പോയിട്ട് ഒരാളാണ്. എന്താ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണ്. എന്റെ മോളെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അവിടെ തിരിച്ചതിന് മറുപടിയും കൊടുത്തു. അതിലേക്കാണ് ഇപ്പം പുള്ളിക്ക് തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നോട് നോക്കാം. ഫുൾ ടൈം എയറിലാ. അത്രേ ഉള്ളൂ. അയ്യോ, എനിക്കറിയില്ല. ട്രോളൊക്കെ കണ്ടിട്ട് ജയിക്കാൻ ചാൻസ് കുറവാന്ന് തോന്നുന്നു. അഖിൽമാരാർ അവിടെ ജയിക്കാനുള്ള സാധ്യത കുറവ് തന്നെയാണ്, തർക്ക കാര്യത്തിൽ വേണ്ട. പക്ഷെ അന്ന് അഖിൽമാരാർ കട്ടപ്പ എന്ന് വിളിച്ച ആ ഒരു കാര്യം ഉണ്ടല്ലോ, അത് കട്ടപ്പ ആയതുകൊണ്ട് തന്നെയായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഫുൾ വീഡിയോസ് കാണാത്ത ആളുകളാണ്, നിങ്ങൾ ലൈവ് കാണുന്നത് 1 ദിവസം പഴക്കമുള്ള വീഡിയോ ആണെന്നുള്ളത്. അത് 1 ദിവസം പഴക്കമുള്ളതാണെന്നുണ്ടെങ്കിലും 24/7 ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ. പിന്നെ അവര് സംപ്രേഷണം ചെയ്യുന്നത് ഞങ്ങൾ കാണും. നിങ്ങൾ അവിടെ അങ്ങനെയല്ല പറഞ്ഞത്, ഇങ്ങനെയാണ് പറഞ്ഞിട്ടെന്താ കാര്യമുള്ളത്? ഞങ്ങൾ കണ്ടതല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ, ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ. ഞങ്ങൾ അത് കണ്ടിട്ട് വോട്ട് ചെയ്യുന്ന ആളുകളല്ലേ. അപ്പൊ കട്ടപ്പ എന്ന പേരൊക്കെ അന്ന് കറക്റ്റ് ആയിരുന്നു, ഓക്കെ തന്നെ ആയിരുന്നു. പക്ഷെ അഖിൽമാരാറിന് പണി കിട്ടി എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ, അത് നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. കർമ്മ ഈസ് റിട്ടേൺ. 4-ാം തീയതി എന്താ പ്രതീക്ഷ? നോക്കും. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. 8 നില പൊട്ടും. അതാണ് എന്റെ ഏറ്റവും വലിയ വൈരാഗ്യമില്ല. കാരണം എന്താ പറയുക, അയാൾ വായി വരുന്ന മൊത്തം വിളിച്ചു പറയുന്ന അങ്ങനെ. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ആ ഗർഭിണികളുടെ കാര്യം പറഞ്ഞു. ഇതുപോലൊരു പൊട്ടനെ ഞാൻ വേറെ കണ്ടിട്ടില്ല, സത്യം പറയാലോ. ഞാൻ ഇനിയിപ്പോ എവിടെയെങ്കിലും പറയണമെന്ന് വിചാരിച്ചിരുന്നു. റോബിന് സത്യം പറയണം. റോബിന് ഒറ്റ കാര്യമുള്ളൂ, അയാൾ അത് ഡെഫിനറ്റ്ലി ആണ്. അഖിൽമാരാറിനും റോബിനും ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, അത് സ്വന്തമായിട്ടുള്ള PR വർക്കാണ്, വേറൊന്നുമില്ല. ഞാൻ വലുതാണ് എന്ന് വെറുതെ വിളിച്ചു പോയി നടക്കുക എന്നുള്ളത്. പൊട്ടത്തരം വിളിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, ജനങ്ങൾ അറിയണം, അത്രേ ഉള്ളൂ. അഖിൽമാരാർ എന്നും ഇങ്ങനെ നിലനിൽക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പൊട്ടത്തരം വിളിച്ചറിഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. പിന്നെ ഇദ്ദേഹം പറഞ്ഞ കാര്യം കറക്റ്റ് അല്ലേ? പൊട്ടൻ തന്നെ, തനി പൊട്ടൻ. ഇനി ഈ പ്രസവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ്. ഈ നടി പറഞ്ഞു കേട്ടോക്കെ, പേരെ മറന്നിട്ടതുകൊണ്ട്
ഇപ്പം എൻ്റെ അമ്മച്ചി തന്നെ എന്താ വെള്ളം കുളത്തിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് വരുന്ന വഴിക്ക് അമ്മച്ചിക്ക് വേദന വന്നു. കുട അവിടെ വെച്ചിട്ട് ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി പ്രസവിച്ച് തിരിച്ചു വന്നതാന്ന് പറയാം. അത് അന്നത്തെ കാലത്ത് ചിലപ്പോൾ ഈസി ആയിരുന്നിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ആരോഗ്യനില അങ്ങനെയായിരുന്നു. നമുക്ക് അന്ന് വണ്ടിയുണ്ടോ, മുറ്റം അടിക്കാൻ ആരെങ്കിലും ഉണ്ടോ, അമ്മിക്കല്ലൊരു മിക്സി ഉണ്ടോ, ഒരു സംവിധാനമില്ല. എല്ലാം മാനുവലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീകളുടെ മസ്കുലിൻ കപ്പാസിറ്റിയൊക്കെ അതേപോലെ കൂടിയിട്ടുണ്ടായിരുന്നിരിക്കണം. അതുപോലെയല്ല ഇന്നത്തെ സാഹചര്യം. ഇന്ന് ജനിച്ച് വീഴുമ്പോൾ മുതൽ നമ്മൾ ഓരോ മിഷനിലാണ്. നമുക്ക് ഒന്നിനുള്ള ആരോഗ്യമില്ല. പ്രസവിച്ച ഒരാളെന്ന നിലയ്ക്ക് പ്രസവം ഈസിയാന്നുള്ളൊരു കാര്യം പറയാനേ പാടില്ല. ഞാൻ പേടിച്ച് പ്രസവം നിർത്തിക്കളഞ്ഞ ആളാണ്, സീരിയസ്ലി. കാരണം എൻ്റെ സിസേറിയനായിരുന്നു. ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നു. നല്ല സൗകര്യങ്ങളിലൊക്കെയാണ് പ്രസവിച്ചത്. പക്ഷേ ഈ പ്രസവം കഴിഞ്ഞിട്ട് നമ്മുടെ സിസേറിയൻ കഴിയുമ്പോൾ ഉള്ള വേദനയില്ലേ, ആ വേദന എൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ പ്രസവിച്ച് കഴിയുമ്പോൾ ഇത് മറക്കുമെന്ന് പറയും. എനിക്ക് ഇപ്പോഴും ആ വേദനയാണ്. എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെയാണ് ശ്വാസം വിട്ടുകൊണ്ടിരുന്നത്. പിറ്റേ ദിവസം ഈ ഡോക്ടർ വന്ന് നടത്തിക്കും നമ്മളെ. അതൊക്കെ ഇങ്ങനെ ഈ എന്താ പറയണ തത്വചിന്ത പറയുന്നവർക്ക് ഇതൊക്കെ ഈസി ആയിട്ട് പറയാൻ പറ്റും. ദൈവത്തെ ഓർത്ത് കൂടെ സഹജീവികളെ മനുഷ്യനായിട്ട് കാണാൻ പഠിക്കുക. പണ്ടെന്നോ കേട്ട കഥ, അരിയിടിക്കാൻ പോയ കഥ കേട്ട് ഇപ്പോഴും അരിയിടിക്കാൻ അവരുടെ വീട്ടിലുണ്ടാവും. അരിയിടിക്കുന്ന സംവിധാനം അവരുടെ വീട്ടിലുണ്ടാവുമോ? അമ്മിക്കല്ലയിൽ അരയ്ക്കുന്ന ആൾക്കാർ ഇതൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക്. പിന്നെ പൊല്യൂഷൻ ഇല്ലാത്ത അന്തരീക്ഷം, മായമില്ലാത്ത ഭക്ഷണം, ഇതൊക്കെ കഴിച്ചൊരു തലമുറയും നമ്മളെ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. എന്തൊരു വിഡ്ഢിത്തമാണത്. അത്രയും മാത്രമേ പറയാനുള്ളൂ. അപ്പൊ ശരി. ഇതാണ് മറുപടി. ഇതായിരിക്കണം മറുപടി. അഖിൽമാരാറിന് അന്നേ ഒരുപാട് ആളുകൾ കൊടുത്താണ് മറുപടിയൊക്കെ. പക്ഷെ ഇത് പെർഫെക്റ്റ് ആണെന്നുള്ളതാണ്. ഇപ്പോ ഈ പ്രസവം എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് ആശുപത്രിക്കാരാണോ എന്നുള്ളത് കുറച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പക്ഷെ എല്ലാവരെയും ബഹുവൽക്കരിച്ചുകൊണ്ട് ഒരു ഡയലോഗ് അടിച്ചിട്ട് ഊളത്തരം പറഞ്ഞാൽ ശരിയല്ല. കേരളത്തിലുള്ള സ്ത്രീകൾക്കൊക്കെ എല്ലാവർക്കും ഒരേ എനർജിയും അല്ല, ഒരേ ആരോഗ്യമല്ല. അത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനുശേഷം അവന്റെ ഡയലോഗ് അടി. എന്തായാലും 2 ദിവസം കൂടി കഴിഞ്ഞ ആള് പൊട്ടുന്നതൊന്ന് കാണാം. വേറൊന്നും എനിക്ക് പറയാനില്ല. അപ്പൊ അഖിൽമാരാറിനെ കുറിച്ചിട്ട് ബിഗ് ബോസിലുള്ള ആളുകൾക്ക് തന്നെ നല്ല ഒരു ഇതാണല്ലേ. വോട്ടർമാർക്ക് തന്നെ പ്രത്യേക ഒരു ഇതുണ്ട്. ഏറി കയറാനായിട്ട് ജനിച്ച ഒരു വ്യക്തി എന്ന് പറയേണ്ടി വരും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അഖിൽമാരാർ ജയിക്കോ? റോബിൻ ജയിക്കോ? കേരളത്തിൽ BJPയുടെ ഒരു MLA എങ്കിലും ഉണ്ടാവുമോ? കമന്റ് ഇട്ടോളി. അപ്പൊ വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.